പിന്നെ ലീഗേരാണ് ഇതിലുള്ളത് എന്നാണ് ഒരാരോപണം. പണ്ട് മുതലേ ഉള്ളതാണല്ലോ. ലീഗുകാർ പണ്ട് മുതലേ സമസ്തയിലുള്ളവരാണ്. ലീഗായതുകൊണ്ട് പോലെ സമസ്തയിൽ മാറ്റി നിർത്തുക. സമസ്ത കേരള മുസ്ലിമീങ്ങളുടെ സർവതോമുഖമായ ഉത്കർഷത്തിനുള്ള സംഘടനയാണ്. മുസ്ലിമീങ്ങൾ മുസ്ലിം ലീഗിലൊക്കെ മുസ്ലിം അംഗങ്ങളുണ്ടാകാം, അവര് സമസ്തന്റെ കൂടെ ഉണ്ട്. പണ്ട് മുതലേ ഉള്ളതാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, മർഹൂം പാണക്കാട് പൂക്കോയ തങ്ങൾ, ചാപ്പരങ്ങാടി ബാപ്പ മുസ്ലിയാർ കോഴിക്കോട്ടെ മുസ്ലിം ലീഗിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പുള്ള ദുആ നിർവഹിച്ചത് ചാപ്പരങ്ങാടി ബാപ്പ മുസ്ലിയാരാണ്. പവിത്രനായിരുന്ന അത്തിപ്പറ്റ ഉസ്താദ് മുസ്ലിം ലീഗിന് വേണ്ടി ശക്തമായി ശബ്ദിച്ചിരുന്ന ആളാണ്. ആളുകളോടെ പറയുള്ളൂ, മുമ്പിൽ പ്രസംഗിക്കലില്ലാതെ മാത്രമേ ഉള്ളൂ. കെ വി മുഹമ്മദ് മുസ്ലിയാരും കെ സി ജമാലുദ്ദീൻ മുസ്ലിയാരും വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരായിരുന്നു. സമസ്തയിൽ വളരെ ഉന്നതമായ ശ്രേണിയിലുള്ളവരായിരുന്നു. അവർ മുസ്ലിം ലീഗുകാരായിരുന്നു, പരസ്യമായി പ്രസംഗിച്ചിരുന്നവരാണ് ലീഗിന് വേണ്ടി. മുസ്ലിമീങ്ങളുടെ ഈ ഐക്യം തകർക്കാൻ ഇവിടെ ചിലർ ചട്ടം കെട്ടി ഏർപ്പാടുകൾ സംവിധാനിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഗാന്ധിജിയെയും പിണറായിയെയും മറ്റു പലരെയും സ്വർഗത്തിൽ കടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് ഇവരുടെ ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഗാന്ധിജി ഇങ്ങനെ ഒരു സ്വർഗത്തിൽ വിശ്വസിക്കണില്ല, പിണറായി ഇങ്ങനെ ഒരു സ്വർഗത്തിൽ എന്നാലും നിങ്ങൾ വരിയെന്ന് പറഞ്ഞ ബലം കൂട്ടുകയാണ്. AKG ഇങ്ങനെ സ്വർഗത്തിൽ വിശ്വസിക്കണില്ലല്ലോ. റിദ്വാൻ അലൈഹിസ്സലാം എന്ന മലക്ക് കാവൽ നിൽക്കുന്ന ഒരു പ്രത്യേക സ്വർഗം, അതാണ് മുസ്ലിമീങ്ങളുടെ സ്വർഗം. ഈ പറഞ്ഞ ആൾക്കാരൊന്നും അതിൽ വിശ്വസിക്കണില്ല. അപ്പൊ മുസ്ലിമീങ്ങളെ ഛിദ്രിപ്പിക്കുവാൻ, ഭിന്നിപ്പിക്കുവാൻ, രണ്ട് ചേരികളിലാക്കി തീർക്കുവാൻ അതിവിദഗ്ധമായ ബുദ്ധിപൂർവം ആവിഷ്കൃതമായ സംവിധാനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. സർവ്വതിന്മയിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരു നീക്കം ചെയ്യലുണ്ടായപ്പോൾ ഒരു ടെർമിനേഷന്റെ വിഷയത്തിൽ മാത്രം വലിയൊരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കാൻ എന്താണ് കാരണം? അങ്ങനെ ഒരാളെ മാറ്റിയതിൽ പ്രതിഷേധമുണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർ ചാനൽ എന്താ? പ്രതിഷേധമല്ല വേണ്ടത്, മറിച്ച് സമത്വ മുഷാവറക്ക് ഒരു പരാതി കൊടുക്കാം, ജാമിയ കമ്മിറ്റിക്ക് ഒരു പരാതി കൊടുക്കാം, സമത്വയുടെ ആലിമീങ്ങളെ കണ്ട് കൃത്യമായി കാര്യം ബോധ്യപ്പെടുത്താം. പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞ് ജാമിയ സമസ്തയിൽ നിന്ന് പോയിരിക്കുന്നു, ജാമിയ രാഷ്ട്രീയക്കാരെ കൈയടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ഉമ്മത്തിൽ വിള്ളലുണ്ടാക്കാൻ വന്ന് സമത്വയുടെ പാരമ്പര്യവും അതിന്റെ മിനിറ്റ്സും അതിന്റെ നടപടിക്രമങ്ങളും അതിന്റെ കീഴ്വഴക്കവും ഇല്ലാത്തൊരു കാര്യം സമൂഹത്തിൽ പറഞ്ഞുകൊണ്ട് സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വന്നാൽ മനസ്സ് വേദനിച്ച് ജാമിയെ സ്നേഹിക്കുന്നവർ ഇതുപോലെ ഒരുമിച്ച് കൂടി മറുപടി പറയുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ എന്താ ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാനാ വരുന്നത്? സമൂഹത്തെ ഒന്നിപ്പിച്ച പാരമ്പര്യമാണ് സമത്വക്കുള്ളത്. സമത്തെ ഒരുമിച്ച് നിർത്തിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹത്തെ ഒരുമിച്ച് നിർത്തിയ പാരമ്പര്യമുള്ളത്. സമത്വ ഭിന്നിപ്പുണ്ടാക്കിയിട്ടില്ല. ഈ ജാമിയെ കുറിച്ച് ഫൈസീസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി രാഷ്ട്രീയക്കാർ ഇത് കൈയടക്കിയിരിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞതാരാ? സമത്തയിൽ നിന്ന് പുറത്തു പോയ ആളുകളാ. ഞാൻ അവരെ ആക്ഷേപിക്കാൻ ഈ വേദി ഉപയോഗിക്കുന്നില്ല, കാരണം അവർക്കിപ്പോ തിരിച്ചറിവ് വരികയും അവർ സമുദായം ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്യണമെന്ന് പറയുന്നൊരു ഘട്ടമാണെങ്കിലും അന്ന് ഫൈസീസ് അസോസിയേഷൻ ഉണ്ടാക്കി സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനം രാഷ്ട്രീയക്കാർ കൈയടക്കിയിരിക്കുന്നുവെന്ന് അവര് പറഞ്ഞ അതേ കാര്യം ഇന്ന് ഏറ്റുപിടിച്ചു വരുന്നവർ ഈ ഉമ്മത്ത് ചരിത്രം മറന്നിട്ടില്ല എന്നെങ്കിലും ഓർക്കണം. നമ്മുടെ ചരിത്രം മറന്നിട്ടില്ല. അവര് ചരിത്രം, ആ കാലഘട്ടത്തിലെ ചരിത്രം അവരുടെ ഇവരെ ഏറ്റെടുക്കുകയാണ്.